ആ ദാമോദരൻ എവിടെ? അയാൾ അങ്ങ് പോയി. എന്തേ? ഒരു കാര്യമില്ല, എന്തോ പറഞ്ഞു തെറ്റി അന്ന് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ എവിടാണെന്നറിയാമോ? അറിഞ്ഞൂടാ, നാട്ടിലെങ്ങുമില്ല. ലോറിക്കാരുടെ കൂടെയാണെന്നാ കേക്കണേ. ഇടയ്ക്കിടെ സന്നിയുണ്ട്, ഒരേ പിടിവാശിയാ, കണ്ടേ തീരുന്നാ പറയുന്നേ. ഞാനിപ്പോ വരാം. എന്റെ മോളെ, നീ വന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? മരുന്നൊന്നും കഴിക്കുന്നില്ല മോളെ, ഒരേ വാശിയാ. എന്റെ മോള് ചെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. വരും മോളെ, ചെല്ലുമോളെ. കല്യാണി, നീ വന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് കുട്ടി? സുഖം. മരണമെടുക്കുമ്പോഴാണ് മനുഷ്യന് ഏറ്റവും വലിയ സുഖം. വേണ്ടാത്തരം പറയാതെ. വേണ്ടാത്തരമല്ല, എനിക്ക് മരണത്തെ കാണാം, തൊടാം, അത്ര അടുത്തിട്ടുണ്ട്. ശോഭി, പ്രഭുവിനുള്ള കുറിപ്പ് നോക്കൂ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു അവകാശങ്ങളുമില്ലാത്ത ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിനെ ആ പിശാച് ബാധയുള്ള വീട്ടിൽ വളർത്തുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ കുഞ്ഞു കല്യാണിക്കുട്ടിയോടൊപ്പം വളരണമെന്നത് എന്റെ ഒരു ആഗ്രഹമാണ്. ഈ ഒറ്റ ആശയെങ്കിലും നിങ്ങൾ സാധിച്ചു തരണം. ദാമോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിവനെ അയാളെ ഏൽപ്പിച്ചു കൊടുത്തേനെ. ഒന്നുമല്ലെങ്കിലും അച്ഛന്റെ കൂടെയാണല്ലോ വളരുന്നതെന്ന് എനിക്കൊരു സമാധാനമുണ്ടായേനെ. എന്തൊക്കെയായി പറയുന്നത്? നീ ഭാഗ്യവതിയാണ് കല്യാണി. വിവാഹാശംസകളുടെ കൂടെ ഭർത്താവ് അബോർഷൻ ചെയ്ത കുട്ടികളുടെ മരണക്കുറി വായിക്കേണ്ടി വന്നില്ലല്ലോ. പരസ്പരം വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിൽ കഴിയേണ്ടി വന്നില്ലല്ലോ. ഭർത്താവിന്റെ അടിയേറ്റ് വീണ് കിടക്കുമ്പോൾ അയാളുടെ രണ്ടാനച്ഛൻ കടന്നു വന്ന് കിടക്ക പങ്കിടേണ്ടി വന്നില്ലല്ലോ. ശോഭേ, ഞാൻ അയാൾക്ക് വഴങ്ങിക്കൊടുത്തു. അച്ഛനേക്കാൾ പ്രായമുള്ള ആ മൃഗം വന്ന് തൊട്ടപ്പോഴേക്കും ഞാൻ അയാളുടേതായി. എല്ലാം പ്രഭുവിനോടുള്ള വൈരാഗ്യം തീർക്കല.
വല്ലതും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട. ആ കുട്ടിക്ക് സുഖമില്ലാണ്ടായിന്ന് വെച്ച്. അതൊന്നുമല്ല, നീ പോയി കഴിച്ചോളൂ. കുഞ്ഞേ, ഒരു ടെലഗ്രാം. പാവം ശോഭക്കുഞ്ഞ് പോയി. ശോഭ ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു. അറിയാം. കല്യാണിക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ വളർത്താം. സാധ്യമല്ല. ശോഭയ്ക്ക് ഞാൻ വാക്ക് കൊടുത്താണ്. കൊടുത്ത വാക്കുകളെല്ലാം പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശോഭയുടെ ഓർമ്മ എനിക്ക് ഈ കുഞ്ഞിലാണ്. ഈ കുഞ്ഞിനെ കാണാൻ വല്ലപ്പോഴെങ്കിലും എനിക്കിവിടെ വന്നുകൂടെ? Moncarella, carella, carella. Moncarella, carella, carella. Carella, carella, carella. Carella, carella, carella. ഇതെന്തൊരു കരച്ചിലാണ്. വിശന്നിട്ടായോ? ഞാൻ പാല് കൊണ്ടുവരാം. മോന് വിശക്കുന്നുണ്ടോ? കരയില്ല കരയില്ല, പാലിപ്പൊ കൊണ്ടുവരും. ഇത് കൊള്ളാം. അപ്പൊ ഇനി ഈ പാല് വേണ്ട.
കല്യാണിക്കുട്ടി എവിടെ? അതോ കല്യാണിക്കുട്ടി, കുഞ്ഞെവിടെ? ഉറങ്ങാണ്. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? തരക്കേടില്ല. എല്ലാം നോക്കാൻ കല്യാണിക്കുട്ടി തനിച്ചല്ലേ ഉള്ളൂ? തനിച്ചാവുന്നതാണ് സുഖം. ബോംബെക്ക് താമസം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി? അങ്ങനൊക്കെ പറയുന്നുണ്ട്. എനിക്കെന്തോ കല്യാണിക്കുട്ടി ഇങ്ങനെ തനിച്ചു നിൽക്കുമ്പോ അതിന് ആ കുട്ടിക്ക് അങ്ങനെ ഒരു വിചാരമില്ല. ഭവാനി, നീ അപ്പുറത്ത് പോയി പണി വല്ലതും ഉണ്ടെങ്കിൽ നോക്ക്. ബാക്കിയുള്ളവരുടെ വേവലാതി നീ എന്താ മനസ്സിലാക്കാത്ത കുട്ടി? എന്റെ കത്തിനെന്താ മറുപടി അയക്കാഞ്ഞത്? ഞാൻ തെളിച്ചു പറയാം. എനിക്കൊരു പുതിയ ജീവിതം വേണം. ബഹളങ്ങളും കോലാഹലങ്ങളും ഇല്ലാത്ത ഒന്ന്. അതിന് കല്യാണിക്കുട്ടി എന്നെ സഹായിക്കണം. എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കറിയാം, ചോദിക്കാൻ അർഹതയില്ലെങ്കിലും ഞാൻ ചോദിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഞാൻ മാത്രം ഉത്തരവാദിയല്ല. ഞാൻ വളർന്ന സാഹചര്യം, എന്നെ വളർത്തിയവർ, അങ്ങനെ പലതും. ഇതെപ്പറ്റിയെല്ലാം കല്യാണിക്കുട്ടി സാവകാശമായിട്ട് ആലോചിക്കും. ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്നെ സഹായിക്കാൻ കഴിയുമോ? ഞാൻ മറുപടിക്കായി കാത്തിരിക്കും. കുഞ്ഞേ, ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. കുഞ്ഞിന്റെ ഒരു വാക്കേ വേണ്ടൂ. അടുത്ത മാസം വിവാഹമാണ്. എന്റെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഞാൻ തന്നെ തീരുമാനിക്കുന്നതല്ലേ അതിന്റെ ഭംഗി. അഡ്വൈസ് വേണ്ടപ്പോ ചോദിച്ചോളാം. നേര് പറയും മോളെ, നിനക്ക് അയാളോട് വെറുപ്പുണ്ടോ? ഒറ്റ വാക്ക് പോരൂന്നുള്ള ഒറ്റ വാക്ക് മതിയായിരുന്നു പഴയ കല്യാണിക്കുട്ടിക്ക് ഒപ്പം ഇറങ്ങിപ്പോവാൻ. പക്ഷേ ഇന്ന് ലക്ഷ്മിയടത്തിയുടെ മനസ്സിന് സ്വല്പം ആശ്വാസം തരൂ മോളെ. കല്യാണിക്കുട്ടി സമ്മതിച്ചു. അങ്കിളെവിടെ? മുറിയിലുണ്ട്. കാണണ്ടേ? വേണ്ട, പിന്നെ കാണാം. അമ്മ എവിടെ? ഇവിടെ എവിടെങ്കിലും കാണും. ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നോ? അമ്മയെ കുറിച്ചാണോ ഈ പറയുന്നത്? അമ്മേ,
അമ്മേ, എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എന്നെ അനുഗ്രഹിക്കൂ. മോളെ, എന്നെ അമ്മയെന്ന് വിളിക്കാൻ എനിക്കൊരാളുണ്ടായി മോളെ. എനിക്കാരുമില്ല, എന്റേതെന്ന് പറയാൻ എനിക്കാരുമില്ല മോളെ. എന്റെ മോൻ പോലും. അമ്മ വിഷമിക്കരുത്. അമ്മയ്ക്ക് എല്ലാവരും ഉണ്ടമ്മേ. എന്റെ മോള് ഞാനൊരു കാര്യം ചോദിച്ചാൽ മോൾ എനിക്ക് തരൂ? ഞാനോ? ഞാനെന്താ അമ്മയ്ക്ക് തരേണ്ടത്? ഈ മോനെ മോൾ എനിക്ക് തരണം. എന്റെ മോനെ ഞാൻ നിനക്ക് തന്നില്ലേ, ഈ മോനെ നീ എനിക്ക് തരുമോളെ? തരില്ലേ? അമ്മ എടുത്തോളമ്മേ.